ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്, എനിക്ക് സുഖമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. എൻ്റെ വിശേഷങ്ങളായിട്ട് കഥകൾ കേട്ടിട്ട് 5-6 ദിവസമായില്ലേ. അപ്പോൾ ഇന്ന് കഥ പറയാമെന്ന് കരുതി. ഇന്നത്തെ വിശേഷവും എന്തെങ്കിലും വിശേഷങ്ങൾ പറയാം. നന്നായി മഴ പെയ്യുന്നുണ്ട് കേട്ടോ, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ടേ മഴ പെയ്യുകയാണെന്ന് തോന്നുന്നു, ഞാൻ അറിഞ്ഞില്ല. മുകളിൽ വലിയ തുണിയല്ല, 1-2 തുണി കുളിച്ച സമയത്ത് നമ്മൾ കഴുകിയ തുണി മുകളിൽ കൊണ്ടിട്ടിരുന്നു, പക്ഷേ എടുത്തില്ല കേട്ടോ. 2 ആയതുകൊണ്ട് സമാധാനമുണ്ട്. നിറച്ച് കഷ്ടപ്പെട്ട് കഴുകിക്കൊണ്ടിട്ടിരുന്നെങ്കിൽ വിഷമം തോന്നിയേനെ. അത് കിടക്കട്ടെ, നാളെ വേണമെങ്കിൽ പിന്നെ ഒന്നുകൂടെ കഴുകാം. മഴ പെയ്യുന്നുണ്ട്, ചാറ്റലും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അസുഖവും സുഖവും ഒക്കെ ആയിട്ട് പോകുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ദൈവകൃപയിൽ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയത് എന്ത് പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ മഴ കൂടുന്നുണ്ട് കേട്ടോ. മഴ കൂടുന്നുണ്ട്. മഴയുടെ സൗണ്ടിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഫാനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണേ നിങ്ങളോട് മിണ്ടാനും പറയാനും ഒക്കെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ കറകറ ഒച്ചപ്പാടിൽ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിന്ന് പറയാമെന്ന് വെച്ചത് നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതി. നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കുക, നമ്മളെ ശ്രദ്ധിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്നേഹിക്കുക. നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ, നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ പിന്നെ ആര് ശ്രദ്ധിക്കും? പറയൂ. നമ്മളെ പിന്നെ ആര് ശ്രദ്ധിക്കും? ആരും ശ്രദ്ധിക്കൂല. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്, നമ്മുടെ സൗന്ദര്യം നമ്മുടെ കൈകളിലാണ്, എല്ലാം നമ്മുടെ കയ്യിലാണ്. ആരും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യത്തില്ല കേട്ടോ, ആരും നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ പറയാൻ കാര്യം, ഞാൻ കുറേ നാൾ നേരത്തെയൊക്കെ ഞാൻ സൗന്ദര്യത്തിലൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ബോഡിക്കായാലും എൻ്റെ ഹെയറിനായാലും നന്നായിട്ട് ഞാൻ കെയറിങ് കൊടുക്കുന്ന ഒരാളായിരുന്നു. ഒരു ഇടക്കാലം നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ 1 വർഷം 1.5 വർഷമായി യൂട്യൂബിലൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം എല്ലാവരും യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം ഗ്ലാമർ കൂടി വരും. ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. സൗന്ദര്യത്തിൻ്റെ കാര്യമായാലും, ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും, മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഒരുപാട് മാറുന്നുണ്ട്. ഒരു മോഡലും ഇല്ലാതെ വന്ന ആൾക്കാരൊക്കെ ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ എന്തിനേറെ പറയണം, ഞാനങ്ങനെ ഇൻസ്റ്റയിലൊന്നും വലിയ ആക്റ്റീവല്ല. ഫേസ്ബുക്ക് എന്നൊരു സംഭവം നമുക്കില്ലേയും താനും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ വന്നതുകൊണ്ട് നമ്മൾ യൂട്യൂബിലെ കാര്യം മാത്രമേ നമുക്കറിയാവൂ. അപ്പം നമ്മളെ കൂട്ടുകാരൊക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം എല്ലാം കൊണ്ടും അവർ ഒരുപാട് ആൾക്കാർ ഒരുപാട് സാമ്പത്തികമായിട്ടായാലും, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും, മേക്കപ്പിൻ്റെ കാര്യത്തിലായാലും, ഫുഡിൻ്റെയൊക്കെ കാര്യത്തിലായാലും എല്ലാവരിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഇച്ചിരി നല്ല ഇതായിട്ടൊക്കെ നടന്ന് ഞാനൊക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒന്നിനും സമയമില്ലാണ്ടായി. നമ്മുടെ ശ്രദ്ധിക്കാനോ, നമ്മുടെ ഹെയറിനെ ശ്രദ്ധിക്കാനോ, നമ്മുടെ ബോഡി ശ്രദ്ധിക്കാനോ, നമ്മുടെ പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒന്നിലും ശ്രദ്ധയില്ലാണ്ടായി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബിലെ കാര്യങ്ങൾ നോക്കി യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് യൂട്യൂബിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കേണ്ട സമയം നമുക്കില്ല. നമ്മൾ ഒരു പണിക്ക് പോകുന്നതാണ്, ആ ജോലിക്ക് പോകണം, ജോലിക്ക് പോയിട്ട് വന്ന് വീട്ടിലെ കാര്യം നോക്കണം. ഇതിനിടയിലൊക്കെയാണ് നമ്മൾ യൂട്യൂബിലെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് വീഡിയോസ് കാണാനും ആരോടും കൂട്ടുകൂടാനുള്ള സമയവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞാനിപ്പം എനിക്ക് ഇടയ്ക്കൊരു 2-3 മാസത്തേക്ക് മുന്നേ അപ്പം ഇങ്ങനെ പലരും പറയാറുണ്ട് കേട്ടോ. പലരും എന്നെ അറിയുന്നവരൊക്കെ പറയാറുണ്ട്, പഴയതുപോലത്തെ മേക്കപ്പില്ല, പഴയതുപോലത്തെ സംഭവമില്ല, യൂട്യൂബിലൊക്കെ വീട്ടിലെ വേഷത്തിൽ വന്നിരിക്കുന്നു, വീട്ടിലെ കോലത്തിൽ നേരത്തെ എന്നെ അറിയുന്നവരൊക്കെ പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇച്ചിരി നല്ല ഇതൊക്കെ ആയിട്ട് പോകണം. യൂട്യൂബിൽ വന്നതിന് ശേഷം വീട്ടിലിരിക്കുന്ന കോലത്തിൽ വന്ന് ലൈവ് ഇരിക്കും, വീഡിയോ ചെയ്യും എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഒരുപാട് പേര് എന്നെ പറയും. എന്നാൽ ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പോഴും എനിക്കാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ ഒന്നും കറക്റ്റ് സമയത്തൊന്നും അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്, കറക്റ്റ് സമയത്തൊന്നും അല്ല ഷോർട്ട് ചെയ്യുന്നത്, കറക്റ്റ് സമയത്തൊന്നും അല്ല ലൈവ് വരുന്നത്. എപ്പോഴാണോ എൻ്റെ മൈൻഡ് എപ്പോഴാണോ പ്രവർത്തിക്കുന്നത് അപ്പോഴും ഞാൻ ഓടിയെത്തും കേട്ടോ. അന്നേരം മേക്കപ്പ് ഇടാനൊന്നും നിൽക്കില്ല. ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് വരുന്ന സമയത്ത് എൻ്റെ മൈൻഡ് പോവും. നമ്മളിച്ചിരി ഒരുങ്ങി
ഒക്കെ വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ മൈൻഡ് പോകും. പിന്നെ ഷോർട്ട് ഇടുന്ന കാര്യത്തിലായാലും ഞാൻ ഒന്നും മുന്നേക്കൂട്ടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതല്ല. ഷോർട്ട് വീഡിയോ ഒന്നും നമ്മൾ നേരത്തെ കൂട്ടി അത് പലവട്ടം ചെയ്യുന്നതല്ല എൻ്റെ ഷോർട്ട്. അത് നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റും. എനിക്ക് എപ്പോഴാണോ നമ്മളിങ്ങനെ പിന്നെ ഫോൺ ഇങ്ങനെ നോക്കി പോണ സമയത്ത് ഏതെങ്കിലും ഒരു കോമഡിയോ ഏതെങ്കിലും ഒരു പാട്ടോ ഇഷ്ടപ്പെട്ട ഞാൻ അന്നേരം ആ സ്പോട്ടിൽ അങ്ങ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും വരാറുണ്ട്. അന്നേരം നമ്മൾ മേക്കപ്പ് ഇടാനോ ഒക്കെ പോയിട്ട് വന്ന് നമ്മുടെ ആ ഒരു ഇതങ്ങ് മാറും. അപ്പോൾ ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാം, മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ ആ പഴയ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് പനിയൊക്കെ വന്ന സമയം 2-3 മാസത്തേക്ക് മുന്നേ എനിക്ക് പനിയൊക്കെ വന്നതിന് ശേഷം എൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് ഉണങ്ങാൻ തുടങ്ങി കേട്ടോ. ബോഡിയൊക്കെ നന്നായിട്ട് ഉണങ്ങാൻ തുടങ്ങി. ഞാൻ എന്നിട്ടും അത് മൈൻഡ് ചെയ്യുന്നില്ല. പലരും നമ്മളോട് ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ. പലരും ഇപ്പോൾ കല്യാണത്തിന് പോയാലും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോയാലും പലരും നമ്മളോട് പറയാറുണ്ട്, പഴയ ഗ്ലാമർ പോയി, പഴയ ഇത് പോയി, ആകെ ഇപ്പോൾ കോലം കെട്ടുക എന്നൊക്കെ ഇങ്ങനെ പലരും പറയാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്കും എന്തോ ഒരു ഇതായി. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നെ കുറച്ചുകൂടെ എനിക്ക് ശ്രദ്ധിക്കണം. നമുക്ക് വയസ്സ് 45-ഉം 50 ഒന്നും ഒരു പ്രായമേ അല്ല. ഇന്നും 60-ഉം 70-ഒക്കെ വയസ്സായവരൊക്കെ നല്ല ചുറുചുറുക്കോട് നല്ല സുന്ദരികളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കരുതി എൻ്റെ പ്രായമൊന്നും ഒരു പ്രായമേ അല്ല, കുറച്ചുകൂടെയൊക്കെ നല്ല യങ്ങായിട്ട് നടക്കാമെന്നൊരു ബോധ്യം എന്നിലും വന്നു. നമ്മളെയൊക്കെ ശ്രമിക്കുക. പിന്നെ നമുക്ക് ആ തമ്പുരാനും കൂടെ നമ്മൾ അനുഗ്രഹിക്കണം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന സമയം നന്നായിട്ടിരിക്കാമെന്ന് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എൻ്റെ ബോഡിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എൻ്റെ സ്കിന്നിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില മാറ്റങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം, ഞാൻ എൻ്റെ ഹെയറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ആരും പറയാണ്ട് എനിക്ക് തന്നെ ബോധ്യമാവുന്നുണ്ട് കേട്ടോ. ആരും പറയാണ്ട് എനിക്ക് തന്നെ ബോധ്യമാവുന്നുണ്ട്. ഞാനൊക്കെ കുറേയൊക്കെ നാൾ മുതൽ കണ്ണാടിയിലേ നോക്കാറില്ല കേട്ടോ. എന്തിനേറെ പറയണം, കണ്ണാടിയിലേ നോക്കാറില്ല. രാവിലെ എണീക്കും പിഴച്ചടിച്ചൊരു പോക്കാണ് ജോലി സ്ഥലത്തോട്ട്. മുമ്പൊന്നും അങ്ങനെയല്ല. സമയമെടുത്ത് കണ്ണാടിയിൽ നോക്കി നന്നായിട്ടൊരുങ്ങി പൂ കിട്ടുകയാണെങ്കിൽ പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയൊക്കെ ആയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. എല്ലാവർക്കും അറിയാം. നന്നായിട്ട് സാരിയൊക്കെ കൊടുത്ത് നല്ല ടിപ്പായിട്ട് ബ്ലൗസൊക്കെ ഇട്ട് നന്നായിട്ട് മുടിയൊക്കെ പിന്നിയിട്ട് പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ടാണ് പോണത് കേട്ടെ. ഇപ്പോൾ കുറേ നാൾ തൊട്ട് ആ രീതികളൊക്കെ അങ്ങ് മാറി. എനിക്ക് പൊതുവേ ചുരിദാറിനേക്കാളും സാരിയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. സാരിയൊക്കെയാണ് ഇഷ്ടം. സാരിയൊക്കെ ഉടുത്തിട്ട് നിൽക്കണതാണ് എനിക്കിഷ്ടം. കോട്ടൺ ഇടണമെന്നും അത്ര വലിയ താല്പര്യമുള്ളതല്ല. പിന്നെ നമ്മുടെ ആ ജോലിയുടെ ഇതനുസരിച്ച് നമ്മുടെ ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ കോട്ടൊന്നും എനിക്ക് ചേരത്തില്ല കേട്ടോ. കോട്ടൊക്കെ ഇട്ട് നമ്മൾ അങ്ങ് പോണതും അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ വീണ്ടും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എന്നിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാൻ ഇത്രയൊക്കെ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതല്ല കേട്ടോ. ഇത്രയൊക്കെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതല്ല. പറഞ്ഞു വന്നപ്പോൾ ഇത്രയൊക്കെ ആയിപ്പോയി. എത്ര മിനിറ്റ് ആയിരുന്നു ഞാൻ താഴോട്ട് നോക്കില്ല. നമുക്ക് താഴെ ഇവിടെ നോക്കിയാലേ പിന്നെ മിനിറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ താഴോട്ട് നോക്കുന്നില്ല, മേലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേലെ നോക്കി ക്യാമറയിലാണ് നോക്കിക്കൊണ്ട് കഥ പറയുന്നത്. ഇനി കോങ്കണ്ണി വേറെ എവിടെയെങ്കിലും നോക്കണമെന്നും അറിയത്തില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ക്യാമറയിൽ നോക്കി അങ്ങനെ സംസാരിക്കാറില്ല, എവിടെയെങ്കിലുമൊക്കെ നോക്കി സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മാറണം കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുക. നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല നല്ല പിന്നെ രീതിയിൽ ഒരുങ്ങി നടക്കാൻ നോക്കുക. സാരികളൊക്കെ അലമാരയിൽ അടുക്കി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഉടുത്തിട്ടൊക്കെ തന്നെ മാസങ്ങളായെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ് കൂടുതലൊന്നും പറയുന്നില്ല. വീണ്ടും പറഞ്ഞ് വരുമ്പോൾ സമയം ഒത്തിരിയാവും. അപ്പോൾ എല്ലാവരും നല്ല സുന്ദരനും സുന്ദരികളൊക്കെ ആയിട്ട് നടക്കാൻ ശ്രമിക്കുക. ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ആ പഴയ ഒരു തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. എത്ര മിനിറ്റ് ആയെന്നൊന്നും എനിക്കറിഞ്ഞില്ല. കണ്ണട പോലും എടുത്ത് മാറ്റാണ്ടാണ് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത്. കണ്ണടയ്ക്കൊന്നും വലിയ ഗുണമൊന്നുമില്ല. കണ്ണട ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആശുപത്രിയിൽ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അവിടെ കണ്ണിൻ്റെ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ കണ്ണിൻ്റെ ഡോക്ടർ വന്ന് കണ്ണിൻ്റെതൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ അന്ന് അവിടെ കാണിച്ചിരുന്നു.
അവരിന്ന് ചെല്ലാൻ പറയും. അപ്പോൾ ഇന്ന് കാണിച്ച് ഈ പവറൊന്നും പോരാ, അടുത്ത വേറെ പവറൊക്കെ നോക്കി വെച്ചേക്കണം. കണ്ണിൽ BP ഒക്കെ നോക്കി, പ്രഷറാ BP ഒക്കെ കണ്ണിൽ നോക്കി, അതൊക്കെ നോർമലാണ്. ഇനിയിപ്പോൾ ഏതോ ഒരു ദിവസം ക്യാമ്പിന് ആൾ വരുന്നു, അപ്പോഴുകൊണ്ട് കാണിക്കാൻ പറയണം. അവരെന്താണ് പറയണം നോക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പവറുള്ള കണ്ണട വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയൊക്കെ ഓട്ടിക്കുന്ന വളരെ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞാനൊക്കെ വണ്ടി ഓട്ടിക്കുന്നത് കേട്ടോ. എതിരെ നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ എതിരെ വെട്ടം വന്നാൽ കാണാൻ പറ്റില്ല. ഉച്ചയൊക്കെ ആയാൽ മറവാണ്. ഞാൻ പിന്നെ അങ്ങനെയോ ഒരു അഡ്ജസ്റ്റിൽ അങ്ങനെ പോകണമെന്നേ ഉള്ളൂ. ഒരുപാട് പരിചയമുള്ളവർ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലരും വണ്ടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് പോയാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്രമേൽ ആയി നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥ, അത്രമേൽ നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥയായി. എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞ് എൻ്റെ ഈ വളവളപ്പ് സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണ്ട. ബോറടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മനസ്സിവിടെ തുറന്നു കാട്ടുന്നു. 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.